കാലം ചെയ്ത അഭിവന്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി കേരളീയ സമൂഹത്തിന് ദൈവം തമ്പുരാൻ നൽകിയ വലിയ ഒരു സമ്മാനമായിരുന്നു എന്നാണ് തിരുമേനി അറിയുവാൻ ഇടവന്നിട്ടുള്ള എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. തിരുമനസ്സുകൊണ്ട് വ്യത്യസ്തനായ ഒരാത്മീയാചാര്യനായിരുന്നു. വളരെ ലളിതമായ ജീവിത ശൈലിയായിരുന്നു തിരുമനസ്സിൻ്റേത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അഗാധമായ ഭക്തിയുടെ ഒരു ജീവസാക്ഷ്യമായിരുന്നു അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനി. തിരുമേനി എല്ലാവരോടും കാരുണ്യവും കൃപയുമാണ് കാണിച്ചിരുന്നത്. നാഗാലാൻഡ് ഗവർണറായി പ്രവർത്തിച്ചിരുന്ന പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ എം തോമസിൻ്റെ ശവസംസ്കാര വേളയിൽ അന്നത്തെ മാർത്തോമാ മെത്രാപ്പോലീത്ത ഡോക്ടർ അലക്സാണ്ടർ തിരുമേനി പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. തിരുമേനി പറഞ്ഞു, തോമാച്ചൻ ആരെ പറ്റിയും കൃപ കൂടാതെ സംസാരിച്ചിട്ടില്ല, ആരോടും കൃപയില്ലാതെ പെരുമാറിയിട്ടുമില്ല. എനിക്ക് തോന്നുന്നു അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനിയെക്കുറിച്ചും നമുക്ക് ധൈര്യമായി പറയാവുന്ന ഒരു കാര്യം, മെത്രാപ്പോലീത്ത തിരുമേനി ആരെക്കുറിച്ചും കൃപയില്ലാതെ സംസാരിച്ചിട്ടില്ല, ആരോടും കൃപ കൂടാതെ ഇടപെട്ടിട്ടുമില്ല എന്നുള്ളതാണ്. എനിക്ക് തിരുമേനിയുമായുള്ള അടുപ്പം വരുന്നത്, ഞാൻ പാല സെൻറ് തോമസ് കോളേജിൽ പ്രൊഫസറായിരിക്കെ അവിടെ പഠിക്കുവാനായി MA ക്ലാസ്സിൽ പഠിക്കുവാനായി തിരുമേനി ഈ ഡേറയിൽ താമസിപ്പിച്ച് ലൈജു അച്ഛനെ അങ്ങോട്ട് അയച്ചപ്പോഴാണ്. ലൈജു വഴിയാണ് ഞാൻ തിരുമേനിയുമായി ബന്ധപ്പെട്ടത്. തിരുമേനി എത്ര വലിയ കാരുണ്യത്തോടു കൂടിയാണ്, വാത്സല്യത്തോടു കൂടിയാണ് പിന്നീട് ഇടപെട്ടിരുന്നതെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ഞാൻ വൈസ് ചാൻസലർ ചുമതലയിൽ ഇരുന്നപ്പോഴും തിരുമേനി പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ട് എന്നെ ബലപ്പെടുത്തിയിരുന്നത് നന്ദിയോടെ ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുന്നു. തിരുമേനിയുടെ ആത്മാവിന് ദൈവ ശാന്തി ഞാൻ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഓർത്തഡോക്സ് സഭയോടും ഓർത്തഡോക്സ് വിശ്വാസ സമൂഹത്തോടും അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ തീരാ നഷ്ടത്തിലുള്ള എൻ്റെ ഏറ്റവും ഹൃദയപൂർവമായ അനുശോചനത്തെ അറിയിക്കുന്നു. പാലാ രൂപത പാസ്റ്റർ കൗൺസിൽ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പാലാ ബിഷപ്പിൻ്റെയും പാലാ രൂപത ഭദ്രാസന കൗൺസിലിൻ്റെയും അനുശോചനവും ഞാൻ സമർപ്പിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട ശ്രീ